നടക്കുതാഴ ചോറോട് കനാലിലെ വെള്ളം മലിനമാകുന്നത് സംബന്ധിച്ച് പരിശോധിക്കാൻ ഉദ്യോഗസ്ഥ സംഘമെത്തി. മാലിന്യം അടിഞ്ഞുകൂടുകയും ഒഴുക്ക് തടസ്സപ്പെടുകയും ചെയ്യുന്നത് വെള്ളത്തിന്റെ നിറം മാറ്റത്തിനും ദുർഗന്ധത്തിനും കാരണമാവുന്നുണ്ട്. ഇത് സമീപവാസികൾക്കും ദുരിതമാണ്. ജലസേചന വകുപ്പ്, ഇറിഗേഷൻ വിഭാഗം, ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ, ജലവിഭവ വികസന കേന്ദ്രം എന്നിങ്ങനെയുള്ള ഉദ്യോഗസ്ഥ സംഘം, കൗൺസിലർമാർ, നഗരസഭ ഹെൽത്ത് വിഭാഗം, നാട്ടുകാരും ഒപ്പമുണ്ടായി. കനാലിലെയും സമീപത്തെ വീടുകളിലെ കിണറ്റിലെയും തൊട്ടടുത്ത തോട്ടിലെയും വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്കായി കൊണ്ടുപോയി. മാലിന്യം നീക്കം ചെയ്തും ശുചീകരിച്ചും മാലിന്യം തള്ളുന്നത് തടഞ്ഞും കനാല് സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ വിവിധ വകുപ്പ് അധികൃതർ തയ്യാറാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കനാലിൽ ഇങ്ങനെ മലിനമായി കിടക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയോ പ്രാവശ്യം ഇവിടെ കനാൽ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട് വലിയൊരു സമിതി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2-3 വർഷം മുമ്പേ ഇടത്ത് സീറാട്ടം കൺവീനറായിട്ട് ഒരു 3.5-4 ലക്ഷം രൂപ ചിലവഴിക്കിയിട്ട് ഇവിടുന്ന് ഈ അക്ലോത്തട മുതൽ അങ്ങേ അറ്റം വരെ നല്ലൊരു ശുചീകരണം നടത്തിയൊരു സമയമുണ്ടായിരുന്നു. അന്ന് തെളിനീരൊഴുകിയ കാലമാണ്. പക്ഷേ ഇപ്പോൾ മാറി വന്ന കൗൺസിലും മുമ്പത്തെ കൗൺസിലൊക്കെ നിരവധി തവണ നമ്മൾ ഇറിഗേഷൻ വകുപ്പിന് പരാതി കൊടുത്തു, ഈ കനാല് ശുചീകരിച്ച് തരണം എന്നുള്ളത്. ഈ പ്രാവശ്യം ഞാനും ബഹുമാനപ്പെട്ട ശരണ്യ കൗൺസിലർ ഉൾപ്പെടെയുള്ള ഞങ്ങൾ ഇറിഗേഷൻ വകുപ്പിൽ പോയി എയിനൊക്കെ കണ്ടു. നമുക്കിത് ശുചീകരിച്ച് തരണം, ഇതുവഴി ഒരു റോഡ് സംവിധാനം ഉണ്ടാക്കി തരണം എന്നൊക്കെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ഇതിന് ഫണ്ടില്ല എന്നുള്ളതാണ്. പക്ഷേ നഗരസഭ ഇപ്പോൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ 17-ാം വാർഡിൻ്റെ കുറേ ഭാഗങ്ങൾ 17-ാം വാർഡും അതേപോലെ നമ്മുടെ ചെയർമാൻ്റെ വാർഡ് ഉൾപ്പെടുന്ന വാർഡുകൾ ആ 2 കൗൺസിലർമാർ കൂടി അവിടെ നിന്ന് ഫണ്ട് കണ്ടെത്തി അവിടെ പിരിവെടുത്തിട്ട് അവിടെ ചെയ്തു. പക്ഷേ ഈ ഇവിടുന്ന് നമ്മുടെ കീത്താടി കനാൽ മുതൽ അക്ലോത്താട പാലം വരെ 1 കിലോമീറ്റർ ദൂരം വരുന്ന സ്ഥലത്ത് വീടുകളിൽ നിന്ന് നമുക്കൊരു കലക്ഷൻ എടുത്തിട്ട് ഇവിടെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരുന്നു ഇത്രയും നാൾ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റാതിരുന്നത്. പക്ഷേ ഇപ്പോൾ നഗരസഭയിൽ നിന്ന് നമുക്ക് 2-3 ദിവസമായിട്ട് ഒരു ഇറ്റാച്ച് കിട്ടിയത് കൊണ്ട് തോടുകളൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയെന്നല്ലാതെ കനാലിൽ നിന്ന് നമുക്കൊരു ശുചീകരണം നടത്താൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ കിടക്കുന്ന മാലിന്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെയായിരുന്നു മാലിന്യം അടിഞ്ഞുകൂടിയത്. ഇത് ഈ കനാലിൻ്റെ മറുഭാഗത്ത്, അതായത് ചോറോട് പോകുന്ന ഭാഗങ്ങളിൽ കനാൽ ശുചീകരിച്ചപ്പോൾ ഇവിടെ നിന്നുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് കൊണ്ട് ഇപ്പം മാലിന്യം മുഴുവൻ പോയിട്ട് അവിടെയാണ് തങ്ങിക്കിടക്കുന്നത്. ഇതാണിപ്പോൾ അവസ്ഥ. ഈ കനാലിൻ്റെ സംരക്ഷണം ശരിക്ക് ഇറിഗേഷൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സഹകരണം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇതുവരെ ഇത് പോകാൻ പറ്റാതിരുന്നത്. ഇന്നും ഞാൻ എയിനോട് പറഞ്ഞിട്ടുണ്ട്, നമുക്കിത് ശുചീകരിക്കാനുള്ള മാർഗവും അതുപോലെ ഇവിടുന്ന് നമ്മളെ ചോറോട് നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങ് അവസാനിക്കുന്നത് വരെയുള്ള, അതായത് മാക്കൂലേക്ക് പോകുന്ന ഒരു ഭാഗത്തേക്ക് നമുക്ക് ഈ റോഡിൻ്റെ പണിയും കൂടി ചെയ്യാനുള്ളതൊക്കെ നിങ്ങൾ ചെയ്തു തരണം. അപ്പോൾ എസ്റ്റിമേറ്റൊക്കെ അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ MLA-നെയോ MP-നെയോ ഒക്കെ സമീപിച്ചിട്ട് നമുക്ക് വരും ഭാവിയിൽ ഇവിടെ നല്ലൊരു റോഡാക്കി മാറ്റിക്കൊണ്ട് വെളിച്ചവും കാര്യങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് ഈ കനാലിനെ സംരക്ഷിച്ചു പോകാനുള്ള നടപടി നഗരസഭേൻ്റെ ഭാഗത്തുനിന്ന് പൂർണ്ണമായ രീതിയിലുള്ള സപ്പോർട്ട് നമ്മളെ ബഹുമാനപ്പെട്ട ചെയർമാൻ തരാമെന്നുള്ളത് എന്നോടും ശരണ്യ കൗൺസിലറോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ നമ്മളെ ചെയർമാൻ സഹകരിക്കുന്നുണ്ട്. എല്ലാവിധ പിന്തുണയും നമ്മളെ ചെയർമാനും തരുന്നുണ്ട്. അതുപോലെ MLA-ൻ്റെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ഫണ്ട് കിട്ടിയാൽ ഈ ഭാഗത്തുള്ള ആളുകളുടെ ദുരിതം മാറുമെന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. സാധാരണ രീതിയിൽ ഇവിടെയുള്ള സംരക്ഷണ സമിതി എന്നുള്ളവർ ഒരു പിരിവെടുത്തിട്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 2-3 വർഷം മുമ്പ് ചെയ്തത്. ഈ പ്രാവശ്യം ഞങ്ങളെ ഭാഗത്ത് ചെയ്തത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 2 ഭാഗത്തുള്ള കൗൺസിലർമാർ കൂടിയിട്ട് അവർ അവിടെ ചെയ്തു പോയി. പക്ഷേ അന്നല്ലെന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു ജനകീയ കമ്മിറ്റി ആയിരുന്നു. അപ്പോൾ ഇങ്ങോട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കാൻ വിളിച്ചപ്പോൾ നമുക്കൊരു ഇറ്റാച്ചിൻ്റെ ആളെ നമ്മൾ സമീപിച്ചപ്പം പറഞ്ഞത്, ഞാനും ശശിയേട്ടൻ, അതായത് ഈ പതേരി ശശിയേട്ടൻ ഉൾപ്പെടെയുള്ള ആൾ ഇറ്റാച്ചിൻ്റെ ആളെ സമീപിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് 3.5 ലക്ഷം ഉറുപ്യ ഈ ചളിയും പായലും എടുക്കാൻ വേണ്ടി മാത്രം വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഈ വീട്ടുകാരൊക്കെ സമീപിച്ചപ്പോൾ ഈ 3.5 ലക്ഷം രൂപയൊന്നും നമുക്ക് ഇവിടുന്ന് പിരിച്ചുണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഞങ്ങൾ ആ കമ്മിറ്റിയിൽ ഇന്ന് പിന്നോട്ടടിച്ചത്. അങ്ങനെയാണ് വീണ്ടും ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ ഒരു പരാതി കൊടുത്തു, ഞങ്ങൾക്ക് ഈ കനാൽ ശുചീകരിച്ചിരുന്നു. അങ്ങനെ സെക്രട്ടറിനെ കണ്ടു, ഞങ്ങൾ 2 പേരും പോയിട്ട്. അപ്പം സെക്രട്ടറി പറഞ്ഞ ഒരു 50,000 രൂപയെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു പദ്ധതിയിൽ വെച്ചിട്ട് എടുക്കാമെന്നല്ലാതെ കൂടുതൽ പൈസ നമ്മളൊരു ഇറിഗേഷന് വേണ്ടി ഒരു വകുപ്പിലേക്കുള്ളതിന് വേണ്ടിയിട്ട് നമുക്ക് ചിലവഴിക്കുവാനും ഇവിടുന്ന് കിട്ടൂല എന്നുള്ള സെക്രട്ടറി പറഞ്ഞത്. ഒരു 50,000 രൂപ എങ്ങനെയെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു ഫണ്ടിൽ വെച്ചിട്ടൊക്കെ നീക്കിയിരിപ്പ് തരാമെന്നായിരുന്നു പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ ഉദ്യമത്തിൽ നിന്ന് പിന്നോട്ട് പോയത്. കീഴ്ത്താടി മുക്കിൽ നിന്ന് ആരംഭിച്ച് കളിയമ്പള്ളി പാലത്തിൻ്റെ അടുത്ത് സമീപിക്കുന്ന NC കനാലാണിത്. 9.3 കിലോമീറ്റർ നീളമുള്ള ഈ കനാൽ. അപ്പോൾ ഇത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വിവിധ വർഷങ്ങളിൽ ഫണ്ടിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് പല ഭാഗങ്ങളിലും ചെളിയും മണ്ണും നീക്കി വരുന്നുണ്ട്. 2022-23 വർഷത്തെ ബഡ്ജറ്റിൽ 2 കോടി രൂപ വകയിരുത്തി അക്ലോത്താട് പാലത്തിൻ്റെ താഴെ ഭാഗത്തേക്ക് ചെളി നീക്കം ചെയ്യുകയും
തോടിൻ്റെ സംരക്ഷണ ഭിത്തി പൂർത്തീകരിക്കുകയും ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തുള്ള ഒരു പ്രധാന പ്രശ്നം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാലിന്യങ്ങൾ കനാലിൽ നിക്ഷേപിക്കുന്നതും അതുപോലെ വേനൽക്കാലത്ത് ചീർപ്പുകളിൽ പലകയിട്ട് വെള്ളം സംരക്ഷിക്കുമ്പോൾ ചെളികൾ അടിഞ്ഞുകൂടിയൊക്കെയുള്ള ഒരു വെള്ളം മലിനമാകുന്നൊരു പ്രശ്നമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 2-3 വർഷമായിട്ട് ജൂൺ ആരംഭത്തിൽ കനാലിലെ വെള്ളം വളരെ മലിനമാക്കപ്പെട്ട രീതിയിൽ കാണുന്നുണ്ട്. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുന്നതിന് വേണ്ടി ഇന്ന് CWRDMലെ ഉദ്യോഗസ്ഥരുടെ ഒരു സാന്നിധ്യത്തിൽ, ജനപ്രതിനിധികളുടെയൊക്കെ സാന്നിധ്യത്തിൽ ഇന്നൊരു പരിശോധന നടത്തി നിൽക്കുകയാണ്. അപ്പോൾ ആ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം അതിനനുസരിച്ച് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിന് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തികൾ ഇവിടെ ചെയ്യുന്നതാണ്. ഇത് മതിയോ? പാർക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.